നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. വീട്ടക പീഡനങ്ങളുടെ നടുക്കത്തിൽ കേരളം. കുണ്ടറ പീഡന കേസിൽ തുമ്പ് കിട്ടാതെ പോലീസ്. കുളത്തൂർ പുഴയിൽ ബാലികയെ മുത്തച്ഛൻ പീഡിപ്പിച്ചു. കൊട്ടിയൂർ പീഡന കേസിൽ ഫാദർ തോമസ് തേരകവും 2 സിസ്റ്റർമാരും കീഴടങ്ങി. കോഴിക്കോട് രാമനാട്ടുകരയിൽ പെൺകുട്ടികളെ ആക്രമിച്ച സംഭവത്തിൽ പോലീസിന് നിഷ്ക്രിയത. ലാവ്ലിൻ കേസിൽ പിണറായിക്ക് കവചം തീർത്തു ഹൈക്കോടതിയിൽ ഹരീഷ് സാൽവെയുടെ വാദം. സിബിഐയുടെ കുറ്റപത്രം അസംബന്ധ നാടകം, ഗൂഢാലോചന കെട്ടുകഥ മാത്രം. പിണറായി പ്രതിയാണെങ്കിൽ ഇ കെ നായരാരും പ്രതിയാകേണ്ടേ എന്ന് വാദമുഖം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. ടി കെ ഹംസയ്ക്ക് മുൻഗണന. ജില്ലാതല DYFI നേതാക്കളും അന്തിമ പട്ടികയിൽ. അന്തിമ തീരുമാനം നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ. ഗോവ കോൺഗ്രസിലെ കലാപം മുറുകുന്നു. ഒരു MLA കൂടി രാജിവെച്ചു. ഗോവ ഗവർണർക്കെതിരെ രാജ്യസഭയിൽ കോൺഗ്രസ് പ്രതിഷേധം. ഉത്തരാഖണ്ഡിൽ ത്രിവേന്ദ്ര സിംഗ് റാവത്ത് മുഖ്യമന്ത്രിയാകും. ഉത്തർപ്രദേശിൽ മനോജ് സിൻഹയ്ക്ക് മുൻഗണന. റാഞ്ചി ടെസ്റ്റിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നു. 2ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 120 റൺസ് നേടി. ലോകേഷ് രാഹുലിന് അർദ്ധ സെഞ്ചുറി. ഓസീസ് 1ാം ഇന്നിംഗ്സിൽ 451 റൺസിന് പുറത്ത്. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. കുണ്ടറ പീഡന കേസിൽ അന്വേഷണത്തിൽ ദുരൂഹത തുടരുന്നു. ഇന്നും കേസിൽ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. പെൺകുട്ടിയുടെ സഹോദരിയുടെ മൊഴിയെടുക്കാനുള്ള ശ്രമം 3ാം തവണയും പരാജയപ്പെട്ടു. അതേസമയം പോലീസിനെ രൂക്ഷമായ ഭാഷയിൽ മനുഷ്യാവകാശ കമ്മീഷൻ വിമർശിച്ചു. കുണ്ടറ ബലാത്സംഗ കേസിൽ പ്രതിയെ കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമം പരാജയപ്പെട്ടു. അടുത്ത ബന്ധുക്കളായ 4 പേരെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല. CWCയുടെ സംരക്ഷണത്തിലുള്ള പെൺകുട്ടിയുടെ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം 3ാം തവണയും പരാജയപ്പെട്ടു. കുട്ടി പോലീസിന്റെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. അതേസമയം കേസിൽ പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയിട്ടുള്ളതായിട്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. ലൈംഗിക പീഡനം നടന്നിട്ടുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും പോലീസ് അസ്വാഭാവിക മരണമെന്നാണ് രേഖകളിൽ രേഖപ്പെടുത്തിയത്. മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിലും ഇത്തരത്തിലാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊട്ടാരക്കര DYSP കേസിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K മോഹൻകുമാർ കുറ്റപ്പെടുത്തി. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും പോലീസ് നൽകിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല, ശിശുക്ഷേമ സംവിധാനത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല, പഞ്ചായത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു വീഴ്ച തന്നെയാണ്. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷന്റെ വാദം തെറ്റാണെന്നും റിപ്പോർട്ട് ഫെബ്രുവരി 7 നൽകിയിട്ടുണ്ടെന്നും DYSP B കൃഷ്ണകുമാർ പറഞ്ഞു. റിപ്പോർട്ടർ കൊല്ലം. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ വിശദമായി പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീമതി ലതിക സുഭാഷ്, മനഃശാസ്ത്രജ്ഞനും സാമൂഹ്യ നിരീക്ഷകനുമായ ഡോക്ടർ KS ഡേവിഡ്, റിട്ടയർഡ് പോലീസ് ഓഫീസർ ശ്രീ സുഭാഷ് ബാബു, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവരാണ്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ചെറിയ ഇടവേള. കീടനാശിനിയിൽ മുക്കി ഉണ്ടാക്കണ അരി സ്ഥിരമായി കഴിച്ചാൽ കൂടിയത് എന്തെങ്കിലും വന്നാലും അതിശയിക്കാനില്ല. അതുകൊണ്ടാണ് ഒരുപാട് മരുന്നൊന്നും വേണ്ട, കീടനാശിനി തൊടിയിക്കാതെ കൃഷി ചെയ്ത് തവിട് കളയാതെ കുത്തിയെടുക്കുന്ന സ്വാദ് അടാട്ട് മട്ടയിൽ തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയുന്നു. ദിവസവും രാത്രി കഞ്ഞി വെച്ച് കുടിച്ചാലും മതി, ഒരു നേരെയെങ്കിലും നല്ലത് കഴിക്കാലോ. കീടനാശിനി വിമുക്തമായ സ്വാദ് അടാട്ട് മട്ടയരി നല്ല ഭക്ഷണം തന്നെയാണ് നല്ല മരുന്ന്. ആദ്യം ഡോക്ടർ KS ഡേവിഡ്, നമുക്കറിയാം ഏറ്റവും ഒടുവിൽ വന്ന കുളത്തൂർ പുഴയിലെ കേസടക്കം വാളയാറിലും കുണ്ടറയിലും ഇപ്പോൾ കുളത്തൂർ പുഴയിലും ഉണ്ടായ ഈ കേസുകളിലൊക്കെ പ്രതികൾ വീടുകളിലുള്ളവരാണ്. വീടുകളിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്നതാണ് ഈ 3 കേസും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഡോക്ടർ KS ഡേവിഡ് ഈ വീടുകളിൽ പ്രതികൾ ഉണ്ടാവുന്നത്, പ്രതികൾ വീടുകളിൽ തുടരുകയും പ്രതികൾ അവരുടെ കുറ്റകൃത്യം നിർബാധം തുടർന്നു പോവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പ്രതികൾ വീടുകൾക്കുള്ളിൽ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു? നല്ലൊരു ശതമാനം കേസുകളിലും വളരെ അടുത്ത ബന്ധുക്കളാണ് ഇത്തരം പീഡനങ്ങൾ നടത്തുന്നതെന്നാണ് പല പഠനങ്ങളും കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കാരണം കുട്ടികളായിട്ട് വളരെ അടുത്ത് പെരുമാറാനായിട്ടുള്ള അവസരങ്ങൾ ഇവർക്ക് ഉണ്ടാകുകയും ഇവരുടെ സ്പർശനങ്ങൾ അതിരുവിടുമ്പോൾ അത് തെറ്റായ രീതിയിൽ പോകുന്നു എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അത് മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം പീഡനങ്ങൾ നടക്കുന്നത്. ഇതിന് 2-3 കാര്യങ്ങളുണ്ട്. ഇതിൽ പലരും ലൈംഗിക ബലഹീനതയുള്ളവരാണ്. ഇവർക്കൊരു ശരിയായ രീതിയിൽ ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നവർ വിശ്വസിക്കുന്നുണ്ട്. കുട്ടികളാകുമ്പോൾ അവർക്ക് ഈ കാര്യം തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും ഒരു മൃഗീയമായ രീതിയിൽ അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അത് തങ്ങളുടെ പുരുഷത്വത്തെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതൽ.
ഇതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട ലൈംഗിക രോഗങ്ങൾ വരെ മാറും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം പല വിശ്വാസങ്ങളും വെച്ച് പുലർത്തിക്കൊണ്ട് പാവപ്പെട്ട കുട്ടികളുടെ നേരെ അക്രമങ്ങൾ നടത്തുമ്പോൾ അതല്ലെങ്കിൽ അവരുടെ ഈ അഡ്വാൻസസ്, അതായത് ശാരീരികമായ തലോടലോ അല്ലെങ്കിൽ ഓമനിക്കലോ അതിര് കടക്കുമ്പോൾ അത് അതിര് കടക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് കുട്ടികൾക്ക് പണ്ടൊന്നും കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴും ഒരു നല്ലൊരു ശതമാനത്തിന് കഴിയുന്നില്ല. പക്ഷേ ഇപ്പോൾ പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തന്നെ ഇതിൻ്റെ തെറ്റും ശരിയും കുട്ടികൾ മനസ്സിലാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് വളരെ ആവശ്യത്തിൽ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ടോ എന്നുപോലും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു പിതാവ് വളരെ വേദനയോടുകൂടി എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, അയാളുടെ മകള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ സാധാരണ രീതിയിൽ ആ ദിവസം ഇദ്ദേഹം ഒന്ന് കെട്ടിപ്പിടിച്ച് താലോലിക്കാൻ ശ്രമിച്ചപ്പോൾ കൊച്ചു പറഞ്ഞു, യു ഡോണ്ട് ടച്ച് മീ, ഐ ഹാവ് എ ടെലിഫോൺ നമ്പർ, ഐ ക്യാൻ കോൾ ദം ആൻഡ് ഗെറ്റ് യു ഇൻ ടു എ പ്രോബ്ലം. വളരെ വേദനയോടുകൂടി പിതാവ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു വകതിരിവോടുകൂടി ഈ കാര്യങ്ങൾ കാണാനുകൂടി കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ശരീരത്തെക്കുറിച്ച്, അവരുടെ ശരീരത്തിലൊരു കടന്നാക്രമണം നടത്തുമ്പോൾ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ്. ഞാൻ അതിലേക്ക് മടങ്ങി വരാം. ശ്രീമതി ലതിക സുഭാഷ്, ഇവിടെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രശ്നം അവിടെ നിൽക്കട്ടെ. പോലീസ്, സംസ്ഥാനത്തെ പോലീസ് എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പോലീസ് ഒന്നും ചെയ്യുന്നില്ല എന്നതല്ലേ വസ്തുത? നമുക്കറിയാം ഈ കേസുകളിലൊക്കെ ഇപ്പോൾ വാളയാറിൽ 2 സഹോദരിമാർ മരിച്ചു. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിൽ ആദ്യ കുട്ടി ജനുവരി 14 മരിച്ചു. ഇപ്പോൾ കുണ്ടറയിലെ കുട്ടി മരിച്ചത് ജനുവരി 13 ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു തവണ പോലീസ് പരിശോധിച്ചിരുന്നുവെങ്കിൽ ഇതിൽ നിഷ്ക്രിയമായി നോക്കി നിൽക്കാൻ പോലീസിന് കഴിയുമായിരുന്നില്ല. നടപടിയെടുക്കണമായിരുന്നു, അന്ന് ഇടപെടണമായിരുന്നു. അന്നൊന്നും ഇടപെട്ടില്ല. തെളിവുകൾ നശിപ്പിക്കാൻ ആവശ്യം പോലെ സമയം ലഭിച്ചു. പ്രതികൾ ആരുമായിക്കൊള്ളട്ടെ, വീട്ടിലുള്ളവരാവട്ടെ പുറത്തുള്ളവരാവട്ടെ, അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരവും പോലീസ് ഒരുക്കി കൊടുത്തു. ഇത് LDF UDF പ്രശ്നമല്ല. ഇടതുമുന്നണി ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും ഒക്കെ പോലീസ് ഇങ്ങനെയാണ്. നമുക്കറിയാം ജിഷയുടെ കേസിൽ ആദ്യ ദിവസങ്ങളിൽ എന്താണ് പോലീസ് ചെയ്തതെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് ഇങ്ങനെ തന്നെയാവുന്നത്? അല്ലെങ്കിൽ ഈ പോലീസ് മാറാത്തത് എന്തുകൊണ്ടാണ്? ഈ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പോലീസ് ഇത് പ്രശ്നമാവാതെ പോകുന്നെങ്കിൽ തീർന്നു പോകട്ടെ എന്ന് പറയുകയും മാധ്യമങ്ങളിൽ വാർത്തയാകുമ്പോഴോ പൊതുപ്രവർത്തകർ പ്രശ്നം ഉന്നയിക്കുമ്പോഴോ മാത്രം അന്വേഷിക്കുന്ന പ്രവണത എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് ഇങ്ങനെയായി പോകുന്നത്? പോലീസിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വാളയാറിലെ പെൺകുട്ടി, മൂത്ത കുട്ടി മരണപ്പെട്ട് 53 ദിവസം കഴിഞ്ഞാണ് ഇളയ കുട്ടി അതേ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. പോലീസിന്റെ അനാസ്ഥ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇവിടെ 63 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് ഈ പെൺകുട്ടി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയായ കാര്യം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണത്തിന് 3 ദിവസം മുൻപും ഈ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു. അതുപോലെ തന്നെ വളരെ ഗൗരവമായിട്ടുള്ള ഈ വിഷയം പിന്നീട് ഒരു മാധ്യമം, ഒരു വിഷ്വൽ മീഡിയ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മാത്രമാണ് വീണ്ടും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നത്. അതേ ഡോക്ടർ തന്നെ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ ആരോപിക്കപ്പെടുന്നു. എന്നിട്ടും 24 മണിക്കൂറിനകം അധികം നിരവധി ആളുകളെ കസ്റ്റഡിയിൽ വെച്ചിട്ടും ഇതിന്റെ തുമ്പ് കൊണ്ടുവരുവാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വളരെ ഗൗരവമായിട്ട് ഇന്ന് കുണ്ടറയിൽ ഹർത്താലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിനെതിരെ നടപടിയുമായി പോയപ്പോഴാണ് അവിടുത്തെ ജനപ്രതിനിധി അടക്കം, കേരളത്തിലെ ഒരു മന്ത്രിയാണ് അവിടുത്തെ വനിതാ ജനപ്രതിനിധി, നിശ്ചയമായിട്ടും ആദ്യമേ തന്നെ ഇതിന്റെ അന്വേഷണം വളരെ ദ്രുതഗതിയിലാക്കുവാനും കുറ്റക്കാരെ കണ്ടുപിടിക്കുവാനും പോലീസിന്റെ അനാസ്ഥയും ഒക്കെ ചോദ്യം ചെയ്യുവാനായിട്ട് തയ്യാറാക്കേണ്ടതായിരുന്നു. ഇവിടെ രാഷ്ട്രീയമല്ല. നമ്മുടെ കുട്ടികൾക്ക് മിഷേലിന്റെ സംഭവം നമുക്കറിയാം. ആദ്യം വനിതാ സെല്ലിൽ പോയി. വനിതാ സെല്ലിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നീതി ലഭിച്ചില്ല. മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് 3ാമതൊരു പോലീസ് സ്റ്റേഷനിലേക്ക് മിഷേലിന്റെ മാതാപിതാക്കളെ പറഞ്ഞു വിട്ടു. പള്ളിയിലെ CCTVയിൽ അവർ തന്നെ ട്രേസ് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് ആത്മഹത്യയാണെന്ന്. മിഷേലിന്റെ ഫോട്ടോസ് അടക്കം നോക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നമുക്കറിയാം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ അല്ല എന്ന് പോലീസ് അന്വേഷിച്ച് തീർപ്പ് കൽപ്പിക്കട്ടെ. പക്ഷേ ഇവിടെ ഓരോ സംഭവങ്ങളിലും ഏതെങ്കിലും ഒരു SIയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ അല്ല, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും എത്ര ഉന്നതരാണെങ്കിലും, ഇവിടെ കുണ്ടറയിലാണെങ്കിലും
വാളയാറിലാണെങ്കിലും പിറവത്തെ മിഷേലിന്റെ സംഭവത്തിലാണെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇനിയും ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ കൊച്ചു ആൺകുട്ടികൾ വരെ ഒട്ടും സുരക്ഷിതരല്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പൊതുനിരത്തിലും പൊതു സ്ഥലങ്ങളിലും ഇറങ്ങി പുറപ്പെടുന്നവർക്ക് മാത്രമല്ല, വീട്ടില് സാധാരണക്കാര് ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശരിയാണ് ശ്രീമതി ലതിക സുഭാഷ്. പുറത്തിറങ്ങുന്നവർക്ക് മാത്രമല്ല വീട്ടിലുള്ളവർക്കും പ്രശ്നമാണ്. പ്രതികൾ പുറത്തു മാത്രമല്ല വീട്ടിലുമുണ്ട് എന്നതും കൂടി നമ്മൾ ഓർക്കണം. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ സുഭാഷ് ബാബു, നമുക്കറിയാം ഈ പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ അതൊരൊറ്റപ്പെട്ട സംഭവമല്ല. നിരന്തരമായി പോലീസ് പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഈ കുട്ടികൾക്കെതിരായി നടന്ന ഈ അക്രമ സംഭവങ്ങളിൽ പ്രതികളോടൊപ്പം അല്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചു പോലീസ് എന്ന് പറയുന്നത് മുതിർന്ന CPM നേതാവും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായ VS അച്യുതാനന്ദനെ പോലുള്ളവരാണ്. വാളയാറിലും കുണ്ടറയിലും ഒക്കെ സംഭവിച്ചത് ഇതുതന്നെയാണ്. ഇവിടെ പിറവത്ത് മിഷേലിൻ്റെ കേസിലും സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണ്. പോലീസ് നിരന്തരമായി വിമർശിക്കപ്പെടുകയാണ്. അവരുടെ നടപടി ഇല്ലാത്ത കേസുകളാണ് നമ്മളുടെ മുന്നിലുള്ളത് മുഴുവൻ. ഏറ്റവും ഒടുവിൽ രാമനാട്ടുകരയിൽ ഇന്നലെ സംഭവിച്ചത്, കഴിഞ്ഞ ദിവസം സംഭവിച്ചത്, ഒരു കോളേജ് ബസ്സിലേക്ക് ഒരാൾ പട്ടാപ്പകൽ കയറി ബഹളം വെച്ച് വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറി, ഡ്രൈവറെ തള്ളി, ബഹളമുണ്ടാക്കി തിരിച്ചിറങ്ങി പോന്നു. ഇയാളുടെ അടക്കം പരാതി കൊടുത്തിട്ടും പോലീസ് ഇതുവരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അന്വേഷിച്ചപ്പോൾ ഈ പ്രതി, കള്ളുകൂടിയനായ പ്രതി, ഒരു സൈക്കിളിൽ കയറി പോകുന്ന കണ്ടു. അയാൾക്ക് അവിടുത്തെ ഏതൊരു പോലീസുകാരനുമായി എന്തോ ബന്ധമുണ്ടത്രേ. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ രീതിയെങ്കിൽ ആരോട് പോയി പരാതിപ്പെടും? ഇത്തരം അതിക്രമങ്ങൾ, ഇത്തരം ക്രൈമുകൾ വർദ്ധിക്കുകയല്ലാതെ എങ്ങനെ ഇതിനെ തടയാൻ പറ്റും നമ്മളുടെ ഈ പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിർത്തി ഒന്നും നോക്കേണ്ട കാര്യമല്ല. എത്രയും പെട്ടെന്ന് സത്വരമായി നിയമപരമായിട്ട് എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കണം. അതിൽ വീഴ്ച വരുന്ന ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഔദ്യോഗ പദവിയോടുകൂടി ചെയ്യുന്ന ഒരു നീതീകരണമല്ല. അവർ നമ്മുടെ കേരള പോലീസ് ആക്ട് 114 എന്ന് വരുന്ന വകുപ്പ് പ്രകാരം അവരൊരു ക്രിമിനൽ കുറ്റം ചെയ്തതായിട്ടാണ് കണക്കാക്കപ്പെടേണ്ടത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അച്ചടക്ക നടപടി, അതായത് അവരുടെ മിസ്കോണ്ടക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുകയും ഇങ്ങനെയുള്ള കേസുകൾ വന്നിട്ട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നിരുത്തരവാദപരമായ പെരുമാറ്റവും അതിനേക്കാൾ ഉപരി മേലുദ്യോഗസ്ഥന്മാരുടെ ശക്തമായ നിയന്ത്രണം അവരുടെ പേരിലില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഈ രീതിയിലുള്ള, അതായത് സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്നത് സംബന്ധിച്ചുള്ള കേസുകൾ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയുക. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം അത് അസ്വാഭാവിക മരണമായിട്ട് എടുത്താൽ പോലും അതിൻ്റെ അനന്തരമായിട്ടുള്ള തെളിവ് ശേഖരണം നടത്തി അതിനകത്ത് ചൂഷണമോ പീഡനമോ നടന്നിട്ടില്ല എന്ന് ഉറപ്പുവരുന്നത് വരെ ഈ മേലുദ്യോഗസ്ഥർ അതിനൊരു ശുഷ്കാന്തി കാണിക്കണം. അങ്ങനെ ശുഷ്കാന്തി കാണിക്കാത്തത് കൊണ്ടും പോലീസ് സ്റ്റേഷൻ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഉത്തരവാദിത്തപരമായിട്ട് ജോലികൾ നിറവേറ്റാത്തത് കൊണ്ടാണ്. അവരെ ക്രിമിനൽ കേസിൽ വേണമെങ്കിൽ 114 ആക്ട് പ്രകാരം ചെയ്യാം. അതല്ല, റേപ്പൊക്കെ ആയാൽ വേറെ 166A എന്ന് പറഞ്ഞ് വേറെ IPC വകുപ്പുണ്ട്. പക്ഷേ ഇത് അതേമാതിരിയല്ല. അവരുടെ കൃത്യ നിർവഹണത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാതിരുന്നാൽ അവരുടെ പേര് ക്രിമിനൽ കുറ്റം വരെ എടുക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കുറ്റം വരും എന്നുള്ളതിൻ്റെ രീതിയിലല്ല ചെയ്യേണ്ടത്. അവരുടെ പ്രാഥമിക ഉത്തരവാദിത്തം ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അവരോട് നിയമപരമായിട്ട് ഇന്ന കാര്യം ചെയ്തിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ആ നിഷ്കർഷയ്ക്ക് വിധേയമായി പ്രവർത്തിച്ചിരിക്കണം. അതാണ് അവരുടെ ഉത്തരവാദിത്വ ബോധം. നമ്മൾ സാധാരണ പറയുന്നുണ്ട്, ഡോണ്ട് കമ്മിറ്റ് ദ സെയിം മിസ്റ്റേക്സ്, ദർ ആർ അതർ മിസ്റ്റേക്സ് ടു കമ്മിറ്റ് എന്ന് പറയും. അതായത് ഒരേ കുറ്റം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാതിരിക്കണം. അത് കാരണം വേറെ ഒരുപാട് കുറ്റം ചെയ്യാനുണ്ട്. എന്തിനാണ് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് ഒഴിവാക്കണമെന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ മണ്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ ഈ പോലീസിൻ്റെ പേരിൽ ആരോപണം ജനങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റില്ല. അത് അവരുടെ വീഴ്ച തന്നെയാണ്. അത് വീഴ്ചയാണ് എന്ന് കണക്കാക്കി ഇനി ഒരു വീഴ്ച വരാതിരിക്കാൻ വേണ്ടി ശക്തമായ നടപടികൾ, എനിക്ക് തോന്നുന്നു ഇതുവരെ അതിന് വ്യക്തമായ ഒരു നിർദ്ദേശം വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇന്നും ഒരു ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ അതിന് വ്യക്തമായ ഒരു നിർദ്ദേശം പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് SI അറിയിച്ചിരിക്കണം, SI അല്ലെങ്കിൽ SI അറിയിച്ചിരിക്കണം, CA അത് നിർബന്ധമായി അറിഞ്ഞിരിക്കണം, DYC സബ് ഡിവിഷണൽ ഓഫീസർ നിർബന്ധമായിട്ട് ഇത് നോക്കണം. ഇതിനകത്തിൽ എടുക്കുന്ന FIR അന്ന് എത്തിയില്ലേ അതിൻ്റെ പിറ്റേ ദിവസം CAയുടെ അടുത്തെത്തും. അത് DYSP അറിയും.
അത് മെസ്സേജ് അപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അവരുടെ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ അവരുടെ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകാം. അപ്പോൾ പിന്നെ ഈ ഇവരുടെയൊക്കെ ഉത്തരവാദിത്ത ബോധം എന്താണ്? അവർക്ക് ദിവസം വരുന്നത് എടുത്തു നോക്കിയിട്ട് ഏതൊക്കെ പോലീസ് സ്റ്റേഷൻ ഇത് റിപ്പോർട്ടുണ്ടെന്ന് ചോദിക്കുന്നതിന് ഒരു CIക്ക് 2 or 3 പോലീസ് സ്റ്റേഷനുള്ളൂ, 2 ഉള്ള 3 പോലീസ് സ്റ്റേഷനുള്ളൂ. അദ്ദേഹത്തിന് എന്താ ഒരു 2 or 3 മിനിറ്റ് ശ്രമിച്ചാൽ DYSPക്ക് പറഞ്ഞാൽ 4-6 പോലീസ് സ്റ്റേഷൻ, 5 പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ 8 പോലീസ് സ്റ്റേഷൻ വരെ, അല്ലെങ്കിൽ 9 വരെയുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. ഇത്രയൊക്കെ ചെയ്യുന്നതിന് ആ ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ലേ പിന്നെ ആരോടാണ് ഉത്തരം പറയുന്നത്? പൊതുജനം ഇതൊക്കെ സഹിച്ചോളുമെന്നാണോ ധരിക്കുന്നത്? അല്ല. അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഒരു പൊതുസേവകൻ എന്നുള്ള രീതിയിൽ ഒരു പൊതുജനത്തിന് വേണ്ടി, അതായത് ഈ കുറ്റങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ മാനസികാവസ്ഥ എന്താണെന്നാണ് പോലീസ് നിയമത്തിൽ പറയുന്നത്. ആ കുറ്റകൃത്യത്തിന് വിധേയനായ വ്യക്തി താങ്കളാണ്, അല്ലെ താങ്കളുടെ ബന്ധുവാണ് എന്ന് കണക്കാക്കി അവർക്ക് ഏത് രീതിയിലുള്ള സംസാരം, പെരുമാറ്റം, പ്രവർത്തനം, ഏത് രീതിയിലുള്ള നടപടിക്രമങ്ങൾ, ഏത് രീതിയിലുള്ള സാന്ത്വനം, ഏത് രീതിയിലുള്ള കൗൺസിലിംഗ് ആണ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നോ അത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുത്തോളണം എന്നാണ് പറയുന്നത്. അതായത് എല്ലാ പോലീസ് മേലുദ്യോഗസ്ഥന്മാരും ഇത് അറിയേണ്ട എല്ലാവരെയും അതാത് സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതൊരു ബാധ്യതയാണ്. ഇത് വീഴ്ച വരുത്തിയാൽ എന്തു പറയാനാ? ഇതൊക്കെ എനിക്കും വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ സുഭാഷ് ബാബു, താങ്കൾ പറഞ്ഞ ആ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ പോലീസുകാരിൽ എത്ര പേർ ഉയർന്നു വരുന്നുണ്ട് എന്നത് പ്രസക്തമായ ചോദ്യവുമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നൊരു സംവിധാനം ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാനോ പോലീസിനെ അറിയിക്കാനോ ഒക്കെയുള്ള ഏജൻസികൾ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ വരുന്ന പരാതികളുടെ അവസ്ഥ ഇതാ നമ്മൾ കണ്ടുവല്ലോ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൊട്ടിയൂരിലെ കേസിൽ അറിയാം, പ്രതിക്കൊത്താശ ചെയ്യുകയായിരുന്നു. ഇന്ന് ആ വൈദികൻ പോലീസിൽ കീഴടങ്ങി, അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. അദ്ദേഹം പുറത്തിറങ്ങി പറഞ്ഞത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല, എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരു അവസരം വരുമ്പോൾ ഞാൻ പറയാമെന്നാണ്. ഈ ഏജൻസികൾ, പോലീസും ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ അടക്കമുള്ള ഇത്തരം സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാളയാറിൽ അതല്ലേ സംഭവിച്ചത്? കുണ്ടറയിൽ എന്തെങ്കിലും പുരോഗതി അതിലുണ്ടായോ? കുണ്ടറയിലെ കേസിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിഞ്ഞിട്ടും അവർക്ക് ഇടപെടാനുള്ള സ്പേസ് അവിടെ പോലീസ് സൃഷ്ടിച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. ഇതൊക്കെയാണ് സാഹചര്യം എന്നിരിക്കെ ഈ സംവിധാനങ്ങളൊന്നും പോരാ, പര്യാപ്തമല്ല, ഇതൊക്കെ പരാജയമാണെന്ന് നമ്മൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? ഇത് ഇപ്പോൾ നിയമങ്ങളുടെ അഭാവം മൂലമോ ഈ സ്റ്റാറ്റ്യൂട്ടറി അല്ലെ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ഒന്നും ഇവിടെ ഇല്ല ഇത് വെരിഫൈ ചെയ്യാൻ എന്നതുകൊണ്ടൊന്നുമല്ല ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇപ്പോൾ കൊട്ടിയൂർ കേസിൽ സംഭവിച്ചത്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പർമാരൊക്കെ ആ കേസിൽ പ്രതിയായിരിക്കുക. ഇവിടെ നമ്മളിപ്പോൾ അവിടെ ഒരു വൈദികനാണ് അതിനകത്ത് ഒന്നാം പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. ഈ വൈദികൻ എന്ന് പറയുന്നത് ആ വൈദിക സമൂഹത്തെ മുഴുവൻ നമ്മൾ തേജോവധം ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. വൈദികരിൽ ഒരാൾ, അല്ലെങ്കിൽ ഏതോ ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഒരു വൈദികരിൽ ഒരാൾ ഇത്തരം പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങളെ ശരിയായ മാർഗത്തിലേക്ക് ദിശയിലേക്ക് നയിക്കേണ്ടതിൽപ്പെട്ട ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ കൂട്ടം പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം വൈദികനായതുകൊണ്ട് വൈദികനായ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അയാളെ സഹായിച്ചു എന്ന് ജനങ്ങൾക്ക് തോന്നുക. സഹായിച്ചോ ഇല്ലയോ എന്നല്ല നമ്മൾ പറയുന്നില്ല, ജനങ്ങൾക്ക് തോന്നുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനെയോ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പർമാരെയോ തിരഞ്ഞെടുത്തപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവർക്ക് ഒരു പക്ഷേ ക്വാളിഫിക്കേഷൻ കാണും, ഇവർക്ക് ഇത് നടത്തി പരിചയമുണ്ടാവും, എക്സ്പീരിയൻസസ് ഉണ്ടാവും, ഒക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇവരാരാണ് എന്ന് പഠിച്ചുകൊണ്ട് വേണം ഇവരെ വെക്കാൻ. ഇതൊരു ജുഡീഷ്യൽ ബോഡിയാണ്, ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ആ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനെ പ്രതി ചേർക്കേണ്ടി വന്നിരിക്കുക. ഏറ്റവും ഭീകരമായ അവസ്ഥയാണിത്. ഇത് കുട്ടികൾക്ക് കെയറും പ്രൊട്ടക്ഷനും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണിത്. രാജ്യത്ത് ഒരുപാട് നിയമമുണ്ട്. ഇപ്പോൾ പോക്സോ നിയമം വന്നപ്പോൾ പോക്സോ നിയമം ഈ പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻസ് സെക്സ്വൽ ഒഫൻസ് ആക്ട് 2012 വന്നു. ഈ നിയമപ്രകാരം ഏറ്റവും ലൈഫ് ഇംപ്രസൺമെൻറ്റ് കൊടുക്കാനുള്ള പണിഷ്മെൻറ്റ് അതിനകത്ത് പറയുന്നുണ്ട്, 10 വർഷം പണിഷ്മെൻറ്റ് പറയുന്നുണ്ട്, എല്ലാവിധ പണിഷ്മെൻറ്റ്സും അതിനകത്ത് പറയുന്നത്. ഇതൊക്കെ പോക്സോയിൽ വരുന്ന ഈ കാര്യങ്ങളെല്ലാം. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും വീണ്ടും വീണ്ടും ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സൂപ്പർവിഷനിലുണ്ടായ അപാകതയാണ് നമ്മൾ കരുതണം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകൾ, ഈ ഇത്തരം ഒരുപാട് ജുഡീഷ്യൽ ബോഡീസ്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ പലവിധ NGOസും ഒക്കെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഇവരെയൊക്കെ പ്രവർത്തനങ്ങൾ സജീവമാണോ, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ പ്രോപ്പറായി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. ഇതിൻ്റെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് പരിശോധന നടത്തി ഗവൺമെൻറ്റിനെ ടൈം ബാർഡായിട്ട് 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിനകം ഇത് ഇപ്പോൾ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത് 7% ട്രയൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ.
7% കേസ്. ഇപ്പോൾ ട്രയൽ ഇമീഡിയറ്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്ത് 1 വർഷം കൊണ്ട് കൺക്ലൂഡ് ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് ഒരു ശിക്ഷ ഒരു ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കാണിച്ചു കൊടുക്കണം. വെറുതെ ഒരാളെ ശിക്ഷിക്കാനല്ല, അയാൾ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഒരു ശിക്ഷ ഉണ്ടാക്കി കാണിച്ചു. അങ്ങനെ ഒരു ശിക്ഷ എടുത്ത് കാണിക്കാൻ പോലും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് പിന്നെ പോക്സോ കോടതികൾ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേക കോടതികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിയമം പറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 2 പോക്സോ കോടതിയേ ഉള്ളൂ. കോടതികൾ വേണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ട്രയൽ നടത്തി ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ തുടങ്ങണം ട്രയൽ അവിടെ സ്റ്റാർട്ട് ചെയ്തത് 1 വർഷം കൊണ്ട് കൺക്ലൂഡ് ചെയ്യണം. കൺവിക്ഷൻ അവിടെ തന്നെ തുടങ്ങണം. അങ്ങനെ തരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെൻറ് തയ്യാറാണ്. ഓഡിറ്റിംഗ് നടത്തണം. സോഷ്യൽ റീസൺസ് ഇതിനകത്തുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്തേ മതിയാവും. ഡോക്ടർ KS ഡേവിഡ്, ഇപ്പോൾ സാമൂഹ്യ കാരണങ്ങളെ പറ്റി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞുവല്ലോ. ഇതിൽ വാളയാറിലെ കുട്ടികളുടെ കാര്യം പരിശോധിക്കുക. അങ്ങേയറ്റം മോശമായ സാമൂഹ്യ ചുറ്റുപാടും സാമ്പത്തിക ചുറ്റുപാടുമുള്ള ഒരു കുടുംബമാണ് അത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കുണ്ടറയിൽ അങ്ങനെയല്ല, കുറെ കൂടി മെച്ചപ്പെട്ട സാമൂഹ്യ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണത്. ഏറ്റവും ഒടുവിൽ വന്ന കുളത്തൂർ പുഴയിലെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ 2 കേസുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ 2ലും ഇവരുടെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ 2 കുടുംബത്തിലും ഇതുതന്നെ ആവർത്തിക്കുന്നു. യഥാർത്ഥ പ്രശ്നം അവരുടെ സാമൂഹ്യ ചുറ്റുപാടുകളല്ല, മറിച്ച് തികച്ചും വ്യക്തിപരമായ അവസ്ഥ തന്നെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ഈ പ്രതികളെ നയിക്കുന്നത് എന്ന് തന്നെയല്ലേ? ചികിത്സ ആ വ്യക്തിക്കും മാത്രമാണ് വേണ്ടത് എന്നതല്ലേ അതിൽ ബോധ്യപ്പെടുന്ന കാര്യം? ഈ സാമ്പത്തിക ഘടന മാത്രമല്ല ഇതിനെ സ്വാധീനിക്കുന്നത്. ഒരു പക്ഷേ ആ കുടുംബത്തെ ഏറ്റവും കൂടുതൽ മറ്റു തരത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റാവുന്ന ഒരു വ്യക്തിക്ക് ഈ കടന്നുകയറ്റം കഴിയും. അപ്പോൾ അത് വികലമായൊരു മാനസിക ഭാവത്തോടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരെ അത് നിയന്ത്രിക്കാൻ പോലും ശ്രമിക്കാറില്ല. എനിക്കൊരു കാര്യം അറിയാം. മലപ്പുറത്തൊരു സ്കൂളിലൊരു കുട്ടി വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് ക്ലാസ്സിലിരുന്ന് ഉറങ്ങുകയും അതുപോലെ തന്നെ പഠന കാര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുകയും ചെയ്തപ്പോൾ ആ ടീച്ചർ ഇടപെട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ കുട്ടി സാമ്പത്തികമായ പരാധീനതകൾ മൂലം അവിടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഈ അമ്മ ജോലിക്ക് അമ്മ ഇവിടെ ആക്കി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കുകയാണ്. അവിടെ സാമ്പത്തികമായിട്ട് നിലപാടില്ല. ഈ അങ്കിളിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഈ കൊച്ചു പഠിക്കുന്നത്. അയാളുടെ ഭാര്യ വീട്ടിലില്ലാത്ത സമയങ്ങളിലൊക്കെ കൊച്ചിനെ സ്കൂളിൽ വിടില്ല, അവിടെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലിടപെട്ടുകൊണ്ട് ടീച്ചർ ഹെഡ്മിസ്ട്രസിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് സാരമില്ല, അതിലൊന്നും ഇടപെടേണ്ട വലിയ പുലിവാറുള്ള കാര്യമാണെന്നുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കൊച്ചിൻ്റെ അമ്മയെ വിളിച്ചു വരുത്തി സംസാരിച്ചപ്പോൾ ഇതൊക്കെ അങ്ങനെ പറയാം, പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ അങ്ങേരുടെ സഹായം ഇല്ലാതെ പറ്റില്ല, അതുകൊണ്ട് ഞാനിതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുക എന്നുള്ള ഉത്തരവും കിട്ടി. അപ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇത്തരം കടന്നുകയറ്റങ്ങൾക്ക് ഇടയാക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കാര്യം. ഇവിടെ പലപ്പോഴും ഇപ്പോൾ കേരളത്തിൽ മൊത്തം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് മുഴുവൻ രാഷ്ട്രീയമായും മതപരമായുമുള്ള കൺസിഡറേഷൻ്റെ പേരിൽ അംഗത്വം കിട്ടിയിട്ടുള്ളവരാണ്. അതിൻ്റെ പ്രത്യേക ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ അതിൻ്റെ അധികാര പരിധിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു ഇഫ് ഐ ആം നോട്ട് റോങ്, ഇത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ സ്റ്റാറ്റസാണ് ഇവർക്കുള്ളത്. അപ്പോൾ അതിലോട്ടൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അതിന് കൃത്യമായ ഒരു മാനദണ്ഡം നിൽക്കുകയും അവരുടെ പവേഴ്സിനെ പറ്റി എനിക്കറിഞ്ഞൂടെ എപ്പോഴും അവർക്കുള്ള പവേഴ്സ് എന്താണെന്ന് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതല്ലാതെ അവർക്ക് മറ്റെന്തെങ്കിലും ഈ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുമോ അല്ലെങ്കിൽ അറിയില്ല. കൊച്ചിൻ്റെ കാര്യത്തിൽ എടുക്കാം, കൊച്ചിൻ്റെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ എടുക്കാം, അവർ ഈ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പോലീസിൽ റിപ്പോർട്ട് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ക്രോഡീകരിക്കുന്നതിന് പുറമെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഐ തിങ്ക് അവർ പോലീസ് നീഡ് ടു ഹാവ് പാരഡൈം ഷിഫ്റ്റ് ഇൻ ദി ട്രെയിനിങ്. കാരണം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ക്രിമിനോളജിസ്റ്റുകളും മനോരോഗ വിദഗ്ധന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശാസ്ത്രീയമായ കുറ്റാന്വേഷണ പരിശീലനമാണ് ഇവർക്ക് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഭരണം മാറുന്നതുകൊണ്ട് ഓവർനൈറ്റ് പോലീസിൻ്റെ മനോഭാവം ഒന്നും മാറുന്നില്ല. അതാണ് കാര്യം. വളരെ പ്രസക്തമാണ്. ശ്രീമതി ലതിക സുഭാഷ്, ഇവിടെ ഇപ്പോൾ കുണ്ടറയിലെ കേസിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, മാധ്യമപ്രവർത്തകരോട് അൺഒഫീഷ്യലി അദ്ദേഹം സൂചിപ്പിച്ചത്, SI പറഞ്ഞത് CI പറഞ്ഞു ഇതിൽ അധികം ഇടപെടേണ്ട നമ്മൾ എന്ന്. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഇതിൽ അന്വേഷിക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥനോട് ഈ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു, ഇതിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്താൽ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും, അതിനുകൂടി നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. എനിക്കറിയാം ഇതാരാ ചെയ്തത്, പക്ഷെ എന്നെ കൊന്നാലും പറയില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ഒരു പ്രതികളോടോ അല്ലെങ്കിൽ ആ പ്രതികളെ സഹായിച്ചു എന്ന് പറയുന്ന ആളുകളോടോ ഞങ്ങൾ എന്ത് ചോദിക്കും, ഞങ്ങൾ എങ്ങനെ അന്വേഷിക്കുമെന്ന് തിരിച്ചു ചോദിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. യഥാർത്ഥത്തിൽ പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഇത്തരം കേസുകളിൽ ഉള്ളത് എന്നാണ് അവർ പറയുന്നത്.
ഇത് മുഖവിലേക്കെടുക്കാവുന്ന ഒരു വാദമല്ല എങ്കിൽ കൂടിയും ഇതും നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു വസ്തുതയല്ലേ? കേരളത്തിലെ പോലീസ് മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ കീഴിലുള്ള കേരളത്തിലെ പോലീസ് സേന ഒരുപാട് തവണ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇത്രയും ഒരു നിസ്സഹായാവസ്ഥ പോലീസിന്, ഒരു പിഞ്ചു കുഞ്ഞ് 10 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്, അതും മറ്റാരോ എഴുതി വെച്ച ഒരു കത്താണ് എന്നുള്ളതൊക്കെ വളരെ സ്പഷ്ടമായ ഒരു സാഹചര്യത്തിൽ ഈ കേസ് അന്വേഷിക്കുവാൻ അമ്മ എന്തു പറഞ്ഞാലും അതൊക്കെ തെളിയിക്കാനായിട്ട് കേരളത്തിലെ പോലീസിന് കഴിയും. അത് പോലീസിന്റെ ഒരു പരാധീനത എന്ന് പറയുമ്പോൾ ആ നിസ്സഹായത, കുറ്റകരമായ അനാസ്ഥ എന്ന് മാത്രമേ എനിക്ക് പറയുവാനായിട്ട് അതിനെ കഴിയുകയുള്ളൂ. എന്താണ് ഈ കേരളത്തിലെ പോലീസ്? ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കേരളത്തിൽ നടന്ന 2, 3, 4 സംഭവങ്ങൾ, ഇത്തരം അനാസ്ഥകൾ. ഇവിടെ ഡോക്ടർ കെ.എസ്. ഡേവിഡ് ആദ്യം പറഞ്ഞപ്പോൾ ഉന്നയിച്ചല്ലോ, അച്ഛൻ മകളെ ലാളിക്കാൻ വന്നപ്പോൾ ആ കുഞ്ഞ് അച്ഛനോട് സംസാരിച്ചത്. നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഭാര്യയില്ല, മകളില്ല, അല്ലെങ്കിൽ എനിക്ക് സഹോദരിയില്ല എന്ന് പറയാം, അമ്മയില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. നാളെ എനിക്കോ നിങ്ങളുടെ ഒക്കെ അമ്മയ്ക്കോ സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത്. കേരളം എങ്ങോട്ടേക്ക് പോകുന്നു? ഇത് വളരെ ഗൗരവമായിട്ട്, ഇതിനെ കക്ഷി രാഷ്ട്രീയം കണ്ടോ അല്ലെങ്കിൽ പരസ്പരം പഴിചാരിയോ ഒന്നുമല്ല. നമ്മുടെ ഗവൺമെന്റ് വരുമ്പം ഇത് വ്യക്തികളുടെ കുറ്റമാണ്, മറ്റൊരു ഗവൺമെന്റ് വരുമ്പോഴേക്കും അത് ഗവൺമെന്റിന്റെ കുറ്റമാണ്, മുഖ്യമന്ത്രിയുടെ കുറ്റമാണ് എന്ന് പറയുന്നതല്ല ഇതിന്റെ ന്യായം. ഇവിടെ പോലീസും അതുപോലെ മാധ്യമങ്ങളും പൊതുജനങ്ങളും സമൂഹവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയുള്ള ആളുകളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഞാൻ പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഇതേ ചാനലിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വന്നപ്പം എനിക്ക് സംസാരിക്കാനായിട്ട് സാങ്കേതിക തകരാറ് മൂലം പറ്റിയില്ല. മിഷേലിന്റെ വിഷയമാണെങ്കിലും നമുക്കറിയാം, CCTV-യിലൂടെ പൊതുവിടങ്ങളിലെ CCTV, ഇപ്പോൾ വൈപ്പിൻ പാലത്തിന്റെ അവിടെയാണെങ്കിലും ഒരു സ്വകാര്യ ഫ്ളാറ്റിന്റെ മറ്റോ CCTV-യിൽ ആ കുട്ടി പോകുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പള്ളിയിലെ CCTV, നമ്മുടെ പൊതു ഇടങ്ങളിൽ ക്യാമറ വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റും അതുപോലെ സന്നദ്ധ സംഘടനകളും അതുപോലെ പ്രാദേശിക ഗവൺമെന്റുകളും എല്ലാം ഒരുമിച്ച് തയ്യാറാവുകയാണെങ്കിൽ ഒരു പരിധിവരെ, നമ്മുടെ ഒന്നും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലല്ല. ഇൻഫർമേഷൻ ടെക്നോളജി വളർന്നപ്പോൾ മൊബൈൽ ടവറിനാണെങ്കിലും മൊബൈൽ ടവറിലൂടെ മൊബൈൽ ഫോണുകൾ അന്വേഷിച്ച് ജിഷാവധത്തിൽ ലക്ഷക്കണക്കിന് മൊബൈൽ ഫോണുകൾ അന്വേഷിച്ചാണ് കുറ്റക്കാരെ കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചത്. അത്തരം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ, ഇവിടെ വേലി തന്നെ വിളവ് തിന്നുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കുട്ടികളുടെയൊക്കെ സംരക്ഷണത്തിന് ചുമതലപ്പെടുത്തുന്ന ആളുകൾ കുറ്റക്കാർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതുണ്ടാവാതിരിക്കുവാൻ നാളെ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക്, സഹോദരിമാർക്ക് സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ പഴയ പോലെ വീട്ടിൽ തന്നെയല്ല സ്ത്രീകൾ ഇരിക്കുന്നത്, സമൂഹത്തിന്റെ മുഖ്യധാരയിലെല്ലാം കടന്നു വരുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ന് സുതാര്യതയുടെ കാലമാണ്. അവർക്ക് ആർക്കും തെറ്റും കുറ്റവും വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ പൊതു ഇടങ്ങളിൽ വെച്ച്. ആ പൊതു ഇടങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലൂടെ ഞാൻ മുഖ്യമന്ത്രിക്ക് മാർച്ച് 8-ാം തീയതി ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു മറുപടി പോലും എനിക്ക് കിട്ടിയില്ല. സകല MLA-മാർക്കും MP-മാർക്കും എല്ലാം ഞാൻ അയക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ ഡോക്ടർ കെ.എസ്. ഡേവിഡിനെ പോലെയുള്ള ആളുകളുടെ ഒക്കെ സഹകരണത്തോടു കൂടി മനുഷ്യന്റെ മനസ്സ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? 10 വയസ്സായ കുട്ടിയും 6 വയസ്സായ കുട്ടിയും എനിക്കോ അല്ലെങ്കിൽ ഡോക്ടർ കെ.എസ്. ഡേവിഡിനോ 6ഉം 10ഉം വയസ്സുള്ളപ്പോൾ ചിന്തിക്കുന്നതല്ല ഇന്ന് ചിന്തിക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ പഠന സമ്പ്രദായം മാറിയിട്ടുണ്ടോ? നമ്മുടെ പാഠ്യവിഷയങ്ങൾ മാറിയിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് അത്തരം പരിജ്ഞാനം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? കാലത്തിനൊപ്പം പോകാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു സാഹോദര്യ ബന്ധം ഇന്ന് നഷ്ടപ്പെട്ടിരുന്നു. പണ്ട് എൻ്റെ കൗമാരകാലത്ത് എൻ്റെ നാട്ടിൽ എന്നെ ആരെങ്കിലും വേണ്ടാത്ത ഒരു വാക്ക് പറഞ്ഞ് വാക്കുകൊണ്ടെങ്കിലും നോവിച്ചാൽ അതെന്റെ പെങ്ങളാണ് എന്ന് പറയുവാൻ എൻ്റെ അമ്മ പ്രസവിക്കാത്ത, എൻ്റെ സമുദായത്തിൽ പിറക്കാത്ത ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഇന്ന് സ്വന്തം സഹോദരിയോ അല്ലെങ്കിൽ കസിൻ സിസ്റ്ററോ ഒക്കെ ആണെങ്കിൽ പോലും അവള് പോട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹോദര്യം പഴമ ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം തന്നെ പുത്തൻ സംവിധാനങ്ങൾ വച്ച് നമ്മുടെ പുതിയ തലമുറ അത്തരം മുൻകരുതൽ കൂടി ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ് ശ്രീമതി ലതിക സുഭാഷ് താങ്കൾ പറയുന്നത്. ഞാൻ വരാം. ശ്രീ സുഭാഷ് ബാബു, നമുക്കറിയാം ഇപ്പോൾ
ഞാൻ ചോദിക്കുന്നത് വാളയാറിൻ്റെ കാര്യത്തിലും വാളയാർ കേസിൻ്റെ കാര്യത്തിലും ഈ കുണ്ടറ കേസിൻ്റെ കാര്യത്തിലുമാണ്. ഇവിടെ രണ്ട് കേസിലും കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് സ്ഥാപിക്കാൻ പോലീസിന് വലിയ വ്യഗ്രതയുണ്ടായിരുന്നു. വാളയാറിലെ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കൊലപാതക സാധ്യത പരിശോധിക്കണമെന്ന്. അത് പോലീസ് പാടെ അവഗണിച്ചു. ഇപ്പോൾ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിന്മേൽ അന്വേഷണം നടക്കുന്നു, വേറൊരു ടീം അത് അന്വേഷിക്കുന്നു. ഈ കുണ്ടറയിലെ കേസിൻ്റെ കാര്യത്തിലും ഇത് രണ്ടും തമ്മിൽ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ. സംഭവിച്ചിട്ട് രണ്ടിനും ഒരേ ഗതിയാണ് ഉണ്ടായത്. ഈ പോലീസ് എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യാവാദം ഉറപ്പിക്കാൻ വേണ്ടി ഇത്ര തത്രപ്പാട് പെടുന്നത്? ഇത് കൊലപാതകമാണെന്ന് അന്വേഷിച്ചാൽ നമുക്ക് പണിയുണ്ടാകും, ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നതുകൊണ്ടാണോ ഈ ആത്മഹത്യാവാദത്തിൽ ഉറച്ചു നിൽക്കുന്നത് പോലീസ്? ഇപ്പോൾ ഈ മിഷേലിൻ്റെ കേസിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. അതെന്താണ് എന്ന് ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല, വ്യക്തമായിട്ടുമില്ല. പക്ഷേ ഈ വാളയാറിലും കുണ്ടറയിലും നമുക്ക് മറിച്ച് സംഭവിച്ചുവെന്ന് സംശയിക്കാവുന്ന എല്ലാ സാധ്യതകളുമുണ്ട്. അത് ഫോറൻസിക് റിപ്പോർട്ടിലുമുണ്ട്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് ഇത് അവഗണിച്ച് ഇത് ആത്മഹത്യ തന്നെ എന്ന് ഉറപ്പിക്കുന്നത്? പോലീസ് ഇങ്ങനെയുള്ള അണ്ണാച്ചുകളുടെ അസ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് അത് എന്തൊക്കെ സംഭവിക്കാൻ പാടില്ലാത്ത ഇവിടെ സംഭവിച്ചിരുന്നു, അതായത് കൊലപാതകവും പിന്നെ റേപ്പും ഒക്കെ ഇവിടെ സംഭവിച്ചുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ വേണം ഇത് അന്വേഷിക്കാൻ. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെടുന്നതനുസരിച്ചിട്ട് ആ സംശയങ്ങൾ ഒഴിവാക്കണം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ പഠിച്ചതും പഠിപ്പിക്കുന്നതും. അപ്പോൾ ഇതിനകത്ത് ഈ കുട്ടി മരിച്ചത് ഇതേമാതിരി എന്തെങ്കിലും ചെയ്തിട്ട് ആരെങ്കിലും കെട്ടിത്തൂക്കിയതായിരിക്കും എന്നുള്ളത് വരെ ചിന്തിച്ച് വേണം തെളിവ് ശേഖരണം നടത്തേണ്ടത്. അതായത് തീരെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം പരമാവധി ഇവിടുത്തെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകും, അതുണ്ടോ എന്ന് പരിശോധിച്ച് ഉള്ള കാര്യങ്ങൾക്ക് വ്യക്തമായ തെളിവ് ശേഖരിക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പഠിപ്പിക്കുന്നത്. അതാണ് അവരുടെ ദൗത്യം. അപ്പോൾ ആ സമയത്ത് ഈ ഇൻക്വസ്റ്റ് നടത്തുന്ന അവസരത്തിൽ ആ കുട്ടിയുടെ ശാരീരികമായ പരിശോധന പോലീസ് നടത്തുന്ന ഇതാണ് ഇതേമാതിരിയുള്ള അക്രമങ്ങളോ ബലപ്രയോഗങ്ങളോ പാടുകളോ മുറിവുകളോ എന്തെങ്കിലും ഉണ്ട് എന്നും ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗം വരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നേരിട്ടും സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുന്നുണ്ട്. ഇത് നോക്കിയതിന് ശേഷം ഇത് ഡോക്ടറുടെ അടുത്തേക്ക് അയക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് സംശയം ഉണ്ടെങ്കിൽ ഇതേമാതിരിയുള്ളത് എക്സ്പെർട്ട് പോസ്റ്റ്മോർട്ടത്തിനാണ് അയക്കുന്നത്. അതായത് സീനിയർ ഡോക്ടേഴ്സ്, അത് ഫോറൻസിക് മെഡിസിനിലുള്ള ഡോക്ടേഴ്സ് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്നൊക്കെ നിയമത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം തീരുന്ന മുറയ്ക്ക് തന്നെ, ഞാനൊക്കെ പലപ്പോഴും പോസ്റ്റ്മോർട്ടം ഇങ്ങനെയുള്ള കേസുകളിൽ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ അവിടെ നിർക്കാൻ അതിനോടൊപ്പം നിന്ന് പോസ്റ്റ്മോർട്ടം കാണാനുള്ള അനുവാദം ചോദിച്ചാൽ ഡോക്ടർമാർ സമ്മതിക്കും. ഇപ്പോൾ ആരും ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് ചെയ്തതിന് ശേഷം അവരോട് അപ്പം തന്നെ ചോദിച്ചതിന് ശേഷം ഇതിന് സത്വരമായ അന്വേഷണങ്ങളും തെളിവ് ശേഖരവും നടത്തണം. ഇത് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സാഹചര്യം വളരെ തീവ്രമായിട്ട് ശുഷ്കാന്തിയോടുകൂടി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. പോസ്റ്റ്മോർട്ടം കിട്ടിയില്ല എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു എക്സ്ക്യൂസ് അല്ല. പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് കണ്ടത് എന്ന് ഡോക്ടർ എഴുതി പോസ്റ്റ്മോർട്ടം ടൈപ്പ് ചെയ്ത് വരുന്നതിനുള്ളിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കി അന്വേഷണം തുടരാവുന്നതാണ്. അവരവിടെ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കും. കേസ് ലിസ്റ്റിൽ എഴുതിയ കാര്യങ്ങൾ പിന്നെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ ആവശ്യമുള്ളത് മാത്രം മാറ്റി എഴുതുകയാണ്. അപ്പോൾ ആ കേസ് ഷീറ്റിൽ അവർ എഴുതുന്നത് അവിടുന്ന് പോസ്റ്റ്മോർട്ടം സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന ആ വിവരം പോലീസ് ഉദ്യോഗസ്ഥനോട് പറയും. പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാണ്ട് അവർ ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനല്ല ശ്രമിച്ചത്. ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ വന്നപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സൗകര്യം ഉത്തരവാദിത്വം ഒഴിയാൻ വേണ്ടി പറയുന്നത് ഇത് ആത്മഹത്യയാണ്. ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് ആത്മഹത്യ തന്നെയാണ്, അത് ആത്മഹത്യ അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പരിപൂർണമായി തെളിവ് ശേഖരണത്തിലൂടെ സമർത്ഥിച്ച് തെളിവടിസ്ഥാനത്തിൽ അത് ന്യായീകരിക്കാൻ പറ്റുന്ന സാഹചര്യം വരുന്നത് വരെ മുൻകൂട്ടി ഒരു മുൻവിധിയോടുകൂടി അഭിപ്രായം പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്താനേ പാടില്ല. അങ്ങനെ നടത്തുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ചെയ്യുന്ന വലിയൊരു ഗുരുതര വീഴ്ചയാണ്. ഇതൊക്കെ തിരിച്ചറിയാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറിയാത്തത് കൊണ്ടല്ല, ഇത് അങ്ങനെയൊക്കെ മതി, ഇത് ആര് ചോദിക്കാനാണ് എന്നുള്ള ധിക്കാരപരമായ ഒരു നടപടിയാണെന്ന് പറയാൻ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് സൂപ്പർവൈസറി ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള കേസുകൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ആ അവസരം മുതൽ അതിൻ്റെ ഓരോ മണിക്കൂറുകളിലുമുള്ള അന്വേഷണം മോണിറ്റർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. അത്യന്താധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യാതിരുന്നത് തീർച്ചയായും ആ ജില്ലാ പോലീസിൻ്റെ മൊത്തത്തിലുള്ള പരാജയമാണെന്ന് തിരിച്ചറിയുന്ന, അങ്ങനെ വിലയിരുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് മാറ്റേണ്ട സാഹചര്യമുണ്ട്. പോലീസ് ഉത്തരവാദിത്തമായ
നിരുത്തരവാദിത്തമായ പെരുമാറ്റമാണ്, അവരുടെ ഉദാസീനതയാണ്, കൃത്യവിലോപമാണ് എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതിപ്പോൾ നമുക്കറിയാം ഈ കേസുകളിൽ കുണ്ടറയിലെ കേസിൽ പരാതിയുമായി ചെന്ന കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞത്, നിരന്തരമായി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തിയാൽ നിങ്ങളും ഇതിൽ പ്രതിയാകും, അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകും, പ്രതിയെ ഞങ്ങൾ പിടിക്കാം, അതിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്നാണ്. ഒരു പരാതിക്കാരന് കൃത്യമായ മറുപടി അവിടെ ലഭിച്ചില്ല എന്ന് തന്നെയല്ല, അയാളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് അയാൾ തന്നെ മാധ്യമങ്ങളോട് പിന്നെ പറയുകയുമുണ്ടായി. ഇത്തരം കേസുകളിൽ പിന്നീട് വിചാരണ നടക്കുമ്പോൾ തെളിവുകൾ നശിപ്പിക്കപ്പെടുകയാണ്. മാസങ്ങൾക്ക് ശേഷം, ഇപ്പോൾ 50 ദിവസമോ 55 ദിവസത്തിനോ ശേഷമോ മറ്റൊരു ഏജൻസി അല്ലെ മറ്റൊരു ടീം ഇത് അന്വേഷിക്കുമ്പോഴേക്കും പ്രാഥമിക ഘട്ടത്തിലുണ്ടായിരുന്ന തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ ഈ പെരുമ്പാവൂരിലെ ജിഷയുടെ കേസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത്തരം നശിപ്പിക്കപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് കെട്ടി ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് കോടതിയിൽ നിലനിൽക്കണമെന്നില്ലല്ലോ. പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം അവിടെ ഒരുക്കപ്പെടുകയാണല്ലോ. അതിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിവിധി കോടതികൾക്ക് നിർദ്ദേശിക്കാനുണ്ടോ? കോടതികൾ കുറെ കൂടി വിജിലൻ്റായി ഈ അന്വേഷണ ഏജൻസിക്ക് മേൽ അതിൻ്റെ കണ്ണുകൾ തുറന്നു വെക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെ ഇല്ലേ? ഈ കൊട്ടിയൂർ കേസ് ഒഴിച്ച് ബാക്കി ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ പോക്സോ കേസുകളിലൂടെയും സ്വാധീനത്തിന് വഴങ്ങി പോലീസ് എന്തെങ്കിലും ചെയ്തു എന്ന് ആരോപിക്കാനുള്ള കാരണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. കാരണം സ്വാധീനമല്ല, അവരൊരു സൂക്ഷ്മതയോടെ ഒരു അന്വേഷണം വളരെ വിജിലൻ്റ് ആയിട്ട് നടത്തിയിട്ടില്ല എന്നൊരു ആരോപണം മാത്രമേ നമുക്ക് പറയാം. അല്ല, അതിലപ്പുറത്തേക്കാണ് ആരോപണം. ഇപ്പൊ ഈ പോലീസ് അന്വേഷിക്കുന്നില്ല, ഉദാസീനത എന്നതിനപ്പുറത്തേക്ക് ആ ക്രൈമിനെ അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഒരു വസ്തുതയും പരിശോധിക്കാനേ പോലീസ് തയ്യാറാകുന്നില്ല. മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അന്വേഷിക്കാം എന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ക്രൈമിനെ കൂട്ടുനിൽക്കുകയോ ആ ക്രിമിനലുകളെ സംരക്ഷിക്കുകയോ ചെയ്യുകയാണ് അവിടെ. അവർ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റായിട്ടൊരു അപ്രോച്ച് അവർ എടുത്തിരിക്കുക, ഒരു സീരിയസ് അപ്രോച്ച് അവർ ഇതിനകത്ത് നടത്തുന്നില്ല എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള ആരോപണം. എന്നോട് ചോദിച്ച ചോദ്യം, കോടതികൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷനിലുണ്ടാകുന്ന അപാകതകളിൽ, ഇൻവെസ്റ്റിഗേഷനിൽ കോടതികൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന തെളിവുകൾ, ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതികൾക്ക് ഇയാളുടെ കൺവിക്ഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ഇൻവെസ്റ്റിഗേഷനിലെ അപാകത പ്രതിയെ രക്ഷപ്പെടുത്താൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. ഇനി സാധാരണ കോടതി സൂപ്പർവൈസ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം എന്തായി എന്ന് കോടതിക്ക് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന പ്രൊസീജിയറില്ല. ഇവരുടെ ഒരു റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ടിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി സൂപ്പർവൈസ് ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ മജിസ്ട്രേറ്റുമാർക്ക് സാധിക്കും. അത്തരം സാഹചര്യങ്ങളൊന്നും, അത്തരം കേസുകൾ ആ സ്വഭാവത്തിലേക്കൊന്നും ഈ കേസുകൾ എത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യം വരുമ്പോൾ പ്രോപ്പറായ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് തോന്നിയാൽ കോടതികൾ ഇടപെടുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ ഡേവിഡ് സാർ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഈ CWCയുടെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ. CWCയുടെ ക്വസ്റ്റ്യനിൽ CWCക്ക് ശരിക്കും ഒരു എൻക്വയറി നടത്താനുള്ള അധികാരമുണ്ട്. അതായത് ഒരു കുട്ടിയെ അധികാരം ആക്ട് പ്രകാരമുണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുണ്ട്. ആ എൻക്വയറി നടത്തുമ്പോൾ തന്നെ ഇവിടെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കാണാൻ പറ്റും. ഇവിടെ സംഭവിച്ചിരിക്കുന്ന 14 ജില്ലയിലും CWC ഉണ്ട്. ഏത് കുട്ടിക്ക് ഇങ്ങനത്തെ അപാകത ജീവിച്ചിരിക്കുമ്പോൾ, മരണപ്പെട്ട് കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ പോയി, ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഹരാസ്മെൻറ്റ് ഉണ്ടായി എന്ന് ഫീൽ ചെയ്താൽ CWCയുടെ എൻക്വയറി തന്നെ ഇത് പുറത്തു വരണം. CWC സിസ്റ്റം, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ പ്രൊട്ടക്ഷനും കെയറും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. അതിന് സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിന് വഴങ്ങിയോ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നടക്കുന്നുണ്ട്, അങ്ങനെ മാത്രമേ നടക്കുന്നുള്ളൂ. അത് മാറണം. അത് മാറിക്കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ ക്രെഡൻഷ്യൽസ് പരിശോധിക്കണം. സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഈ വ്യക്തികളെക്കുറിച്ച് വേണം. ഇവരിയ്ക്കുന്ന ആളുടെ ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കണം. അറിവും അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസും മാത്രം മതിയാവില്ല. ഇത് കുട്ടികളെ, എനിക്കും മക്കളുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും മക്കളുണ്ട്. ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഓരോ പ്രശ്നവും എൻ്റെ മക്കൾക്കുണ്ടായതായി നമ്മൾ കരുതണം. ലതിക ചേച്ചി പറഞ്ഞതുപോലെ ഈ പഴയ കാലങ്ങളിലൊക്കെ നാട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നമ്മുടെ കുട്ടിയാണ് എന്ന് വിചാരിച്ച് ചാടി ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് സത്യത്തിൽ പത്രങ്ങളിൽ ഈ വാർത്തകൾ കാണുമ്പോൾ തന്നെ വായിക്കാൻ തന്നെ നമുക്ക് ഒരു വിഷമം തോന്നുകയാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് പിന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ ഡേവിഡ് സാറൊക്കെ ഇടപെട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇൻടോക്സിക്കേഷനൊക്കെ ഇതിന് കാരണമായിരുന്നു. ഈ ഡ്രഗ്സിൻ്റെയും ഒക്കെ യൂട്ടിലൈസേഷനാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതിന് വലിയ അത്ഭുതമായി തോന്നുന്നു. പോലീസായാലും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആയാലും എഫക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നില്ലെങ്കിൽ ഗവൺമെൻറ് അതിശക്തമായ ഇൻ്റർഫറൻസ് ഇവിടെ നടത്തണം. നടത്തിയില്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. ഈ പറയുന്ന ക്ലാസ് ഇതൊന്നും വാച്ച് ചെയ്യുന്നില്ല. നമ്മളും ഇവിടെ ഡിസ്കസ് ചെയ്ത് നമ്മൾ പിരിഞ്ഞു പോകും. ആക്ഷൻ നടത്തേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഇമ്മീഡിയറ്റ് ആയിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇതിനകത്ത്. ഡോക്ടർ KS ഡേവിഡ്, ഇതിൽ ഈ
വാളയാറിലെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയതിടത്തോളം ആ കുട്ടിയുടെ അമ്മ മൂത്ത കുട്ടിയുടെ മരണത്തിന് മുമ്പ് പറഞ്ഞിരുന്നു ഇവരുടെ ഒരു ബന്ധു ആ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട്. ആ ബന്ധുവിനെ ആ അമ്മ താക്കീത് ചെയ്തു അത്രേ. അവരുടെ അറിവില്ലായ്മയാണോ എന്താണ് എന്നറിയില്ല, താക്കീതിൽ ഒതുങ്ങി എന്നതാണ് അവർ പറയുന്നത്. ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആ ബന്ധുവിനോട് പറഞ്ഞിരുന്നു എന്ന്. ഇവിടെ ഈ കുണ്ടറയിലെ കേസിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് അമ്മയാണ്, അമ്മയുടെ അച്ഛനാണ്, അങ്ങനെ ആ ബന്ധുക്കളാണ്. ഈ കുടുംബത്തിൽ ക്രിമിനലുകൾ കൂടി വരികയാണ്, ഇത്തരം ക്രൈമുകൾ ചെയ്യുന്നവരുടെ എണ്ണം പെരുകി വരികയാണ്. സ്വാഭാവികമായും അവിടുന്ന് തുടങ്ങണം ഈ അന്വേഷണവും ഈ നടപടികളുമൊക്കെ. ഇതിൽ പോലീസിനോ അന്വേഷണ ഏജൻസികൾക്കോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കോ ഒക്കെ കയറി ചെല്ലാവുന്ന ഒരിടമല്ലല്ലോ കുടുംബം. വേഗത്തിൽ പറ്റില്ല. ഈ ക്രിമിനലുകൾക്ക് ഒളിക്കാനുള്ള ഒരു താവളമായി കുടുംബം മാറുകയും ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ ചർച്ചയ്ക്കിടയിൽ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. കുടുംബാംഗങ്ങളുടെയും മാതാപിതാക്കളുടെയും പങ്ക്. ഒരു അവിഹിത ഗർഭം പോലും സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു പിതാവുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു സഭയുടെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ തന്നെ ഈ ബന്ധുക്കളെ അപായപ്പെടുത്തരുത്, അവർക്ക് കുഴപ്പമുണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇത് നമ്മൾ കാണുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത്, ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി മാസങ്ങളോളം കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ജീവിച്ചിട്ട് അവൾക്കത് വീട്ടിൽ തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം വീട്ടിലുണ്ടാകുകയും അതല്ലെങ്കിൽ അതിനൊക്കെ ധൈര്യം അവൾക്ക് ഇല്ലാത്ത വിധത്തിൽ അവളെ വളർത്തുകയും ചെയ്തിട്ട് ഒരു വലിയ മാനസിക സമ്മർദ്ദത്തിൽ ജീവിക്കുമ്പോൾ അത് വീട്ടുകാരറിയുന്നില്ല. ഉച്ചയ്ക്ക് ആ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് 4 or 5 പ്രാവശ്യം വീട്ടിലെ അമ്മയെ വിളിച്ച് എനിക്ക് കാണണമെന്ന് പറയുന്നു. എന്നിട്ട് പോലും ഇത് അവഗണിക്കുന്നു. ഒരു കുട്ടിക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഇടമാണ് വീട്. അവിടെ സ്വന്തം അമ്മയോടോ അച്ഛനോടോ ഇവളുടെ വ്യക്തിപരമായ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. ഈ ചർച്ച ചെയ്യാൻ പറ്റാതെ ഇത് മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് വലിയൊരു മാനസിക സമ്മർദ്ദത്തിൽ ഈ കുട്ടി ജീവിച്ചത് ഒന്നുകിൽ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു, അതല്ലെങ്കിൽ അറിയാതിരുന്നു എന്ന് വേണം വിശ്വസിക്കാൻ. അപ്പോൾ മാതാപിതാക്കളും നല്ലൊരു ശതമാനം, അതായത് ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം 65% ഇവിടെ കൂടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ കണക്ക്. ഈ മയക്കുമരുന്ന് വന്നു കഴിഞ്ഞാൽ ക്രിമിനൽ ടെൻഡൻസി കൂടും. എന്തും ചെയ്യും. അതിൽ 6 വയസ്സായ പെൺകുട്ടിയും 60 വയസ്സായ ആളും ഒരുപോലെയാണ്. ഇവർക്ക് ബന്ധുവില്ല, ബന്ധുത്വം ഇല്ലാത്തവരില്ല, എല്ലാം ഒരുപോലെ കാണും. കാരണം വികലമായ മാനസിക ഭാവത്തിലോട്ടാണ് അവരെത്തുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ വളരെ കൂടിയുണ്ടതിൻ്റെ കാരണത്തിലോട്ട് ഞാൻ പോകുന്നില്ല, പറഞ്ഞ രാഷ്ട്രീയമാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ എളുപ്പമല്ല. ഒരു അപകടത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞിട്ട് അവർ തിരിച്ച് മദ്യപാനത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ എളുപ്പമാണ്. അതുപോലെയല്ല ഈ മയക്കുമരുന്നിന് അടിമയായി ശരീരത്തിൻ്റെ എല്ലാ മാനസികവും ശാരീരികവുമായ അവയവങ്ങളെ സ്വാധീനിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുടുംബങ്ങളിൽ നടക്കുമ്പോൾ അത് കണ്ടെത്താനും മനസ്സിലാക്കാനും പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഹൃദയം തുറന്ന് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാതാപിതാക്കളായിട്ട് ചർച്ച ചെയ്യാനും പറ്റുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു കുടുംബാന്തരീക്ഷം, ആരോഗ്യകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത് ഒരുപക്ഷെ ഈ സ്കൂളിലൊക്കെ നടക്കുന്ന കൗൺസിലിങ്ങുകളും ഒക്കെ കൊണ്ടായിരിക്കാം. ആ നിലയിൽ അത് കുറെ കൂടി വ്യാപകമാക്കാനും കഴിയുന്നില്ല. അല്ല, ഞാൻ അത് പറഞ്ഞ കുറച്ചുകൂടി കൂടുതൽ പറയണം. കാരണം സത്യത്തിൽ ഇത് വളരെ മോശപ്പെട്ട സംഭവങ്ങളാണ് നടക്കുന്നത്, അപകടകരമായ സ്ഥിതികളാണ് നടക്കുന്നത്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ പുറത്തു വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം പണ്ട് കാലത്ത് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നടന്നിരുന്നു. അത് പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉരുകിത്തീരുകയായിരുന്നു ഈ പെൺകുട്ടികളും യുവതികളും. ഇന്ന് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സോഷ്യൽ അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ചും ഈ സമൂഹം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവർക്കുള്ള പ്രൊട്ടക്ഷൻ എന്താണെന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായും. ഞാനിത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മറ്റൊരു രൂപമായിട്ടാണ് ഈ പെൺകുട്ടികൾ പുറത്തു വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നതിനെപ്പറ്റി കാണുന്നത്. അതിനുള്ള ചങ്കൂറ്റം അവർക്കുണ്ടായി, അതിനവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ള ധാരണ വന്നു. അതുകൊണ്ടാണ് പലരും ഇത് പുറത്തു പറയാൻ തയ്യാറാവുന്നത്. അല്ലെങ്കിൽ ഇന്നും പറയില്ല. ശ്രീമതി ലതിക സുഭാഷ്, ഇന്ന് വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥ കൂടി നമ്മൾ കേട്ടു. കൊച്ചിയിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം. കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്ന് പരാതിപ്പെട്ട സ്ത്രീയുടെ കേസിലെ പ്രതികളോട് 7 ലക്ഷം രൂപ വീതം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കി ഒരു വിഹിതം അവർക്കും കൊടുത്തു ആ CI. മറ്റൊരു കേസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തു, ഇയാൾ
വലിയ തോതിലുള്ള അഴിമതി നടത്തുന്നു കൊച്ചിയിൽ ഇരുന്നു കൊണ്ട് എന്ന്. കൊച്ചി ഇത്തരത്തിലുള്ള അഴിമതി നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് താവളം ഒരുക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നിയിട്ടുണ്ടാകും സ്പെഷ്യൽ ബ്രാഞ്ച് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തത്. ഏതായാലും ആ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ഇന്ന് സർക്കാർ. അപ്പോഴാണ് ഈ പീഡനത്തിനിരയായ സ്ത്രീയുടെ പരാതി ഇയാൾ എങ്ങനെയാണ് മുക്കിയത് എന്നും അവിടെ എങ്ങനെയാണ് അതിൽ നിന്ന് പണം സമ്പാദിച്ചതെന്നും മനസ്സിലാക്കിയത്. ലക്ഷക്കണക്കിന് രൂപ ആ ഒരു കേസിൽ നിന്ന് തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിച്ചു. ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്കാണ് നമ്മൾ പരാതിയുമായി പോകുന്നത്. എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? ഈ പോലീസുകാരൊക്കെ സസ്പെൻഷന് ശേഷവും ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ സ്വാധീനത്തിൽ തന്ത്രപ്രധാനമായ സ്റ്റേഷനിലോ അല്ലെങ്കിൽ മേഖലകളിലോ ഒക്കെ തുടർന്നും ജോലി ചെയ്യുകയും ചെയ്യും. എവിടെയാണ് ഇനി ഇതിന് പരിഹാരമുണ്ടാവുക? ഒരു സ്ത്രീപീഡന കേസിൽ ഇത്ര അധികം തുക വാങ്ങി ഒരാൾ ഇപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തു. അപ്പോൾ എത്രമാത്രം തെറ്റാണ് അദ്ദേഹം ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇവിടെ അഴിമതി, അതുപോലെ തന്നെ കൃത്യവിലോപം, ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക. എല്ലാവർക്കും മനോധർമ്മം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. മിഷേൽ ഡിവിഷൻ വനിതാ സെല്ലിൽ ചെല്ലുമ്പോൾ അവർ തന്നെ ആദ്യമേ അവരെ സഹായിക്കേണ്ടതായിരുന്നു. രാവേറെ ചെല്ലുമ്പോൾ മാതാപിതാക്കള് സ്ത്രീകൾ 2-3 സ്ത്രീകളടക്കം ചെല്ലുമ്പോൾ ആ വനിതാ സെല്ലിൽ തന്നെ അത് പരിഹരിക്കേണ്ടതായിരുന്നു. അവരോരോ സ്ഥലങ്ങളിലേക്ക് ആളുകളെ ഓടിച്ചു വിടുന്നു. ഇവിടെ ഡോക്ടർ KS ഡേവിഡും മറ്റ് അതിഥികളുമൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇതിനെ നമുക്കിനി എങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും? അർഹതപ്പെട്ടവരെ അർഹതപ്പെട്ട കസേരകളിൽ ഇരുത്തുവാനായിട്ട് ഞാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിന് മുൻകൈ എടുക്കണം. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഏത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ സംരക്ഷിക്കുവാനായിട്ട് യാതൊരു കാരണവശാലും കൂട്ടു നിൽക്കരുത്. ഇവിടെ മിഷേലിൻ്റെ വീട്ടിൽ ഞാൻ പോയതാണ്. മിഷേലിൻ്റെ മാതാപിതാക്കൾ പറയുന്നു, വളരെ ഹൃദ്യമായി മകളോട് ഇടപെടുന്ന മാതാപിതാക്കളാണ് അവർ. അവളുടെ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നവർ പറയുമ്പോൾ വാളയാറിലെ അമ്മ ഞാൻ കണ്ടു. ആ അമ്മ പറയുന്നു, 53 ദിവസം മുൻപ് എൻ്റെ മകൾ മരിച്ചപ്പോൾ, മൂത്തവൾ മരിച്ചപ്പോൾ പോലീസ് ഗൗരവമായി ഇടപെട്ടിരുന്നെങ്കിൽ എൻ്റെ ചെറിയ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന, വളരെ മോശമായ അവസ്ഥയിൽ ജീവിക്കുന്ന അവര് ബന്ധു എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ കസിൻ ബ്രദറാണ്, അവരുടെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് ഈ പീഡനം നടത്തിയത് കുറ്റക്കാരിൽ ഒരാളെന്ന് ഇവിടെ സംശയിക്കപ്പെടുന്നു. ബന്ധുക്കൾ വരുമ്പോൾ അവരോട് എങ്ങനെ പെരുമാറുക, സ്വന്തം അച്ഛനോടും അമ്മയോടും എങ്ങനെ പെരുമാറണം, സഹോദരനോട് എങ്ങനെ പെരുമാറണം, ഇതൊന്നും അറിയത്തില്ല. ഇവിടെ കൊല്ലത്തെ കുഞ്ഞിന് വീട്ടിൽ നിന്ന് തന്നെ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. നമ്മളത് കേട്ടറിഞ്ഞതാണ്, നമുക്കറിയില്ല. അപ്പോൾ പലരുടെയും അവസ്ഥ പലതരത്തിലാണ്. കുട്ടികളാകപ്പാടെ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ഉഴലുകയാണ്. ഇതിനിടയ്ക്കുള്ള മാനസിക സംഘർഷങ്ങൾ, ഇത് പറയുമ്പോൾ ശ്രീലക്ഷ്മി ഇന്ന് 1ാമതായി ജയിച്ചിരിക്കുന്ന റിസൾട്ട് വന്നു. ഞാൻ ഈ കോട്ടയത്ത് വെളിപ്പാടകലെയുള്ള SMEയിൽ നടന്ന സംഭവമാണ്. പണ്ട് പ്രണയം നിരസിച്ചു എന്ന് പറഞ്ഞ് യുവാവ് ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ വളരെ ദാരുണമായി പ്രണയഭാജനത്തെ, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ക്യാമ്പസിൽ കയറി പെട്രോൾ ഒഴിച്ച് കൊല ചെയ്ത ദാരുണമായ ഒരു സംഭവം. ശ്രീലക്ഷ്മിയുടെ അമ്മയും അച്ഛനും പറഞ്ഞത്, ഇത്ര നല്ല ഒരു മകളെ ഞങ്ങൾ ഈ നാടിനെ സംഭാവന ചെയ്യുവാൻ അനുവദിച്ചില്ലല്ലോ, അവളുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു എന്നാണ്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ പ്രണയം പോലും ക്രിമിനൽ സ്വഭാവത്തിന് വശമതമായിക്കൊണ്ട് ആ പ്രണയഭാജനത്തെ, ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കാതെ കൊല ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ യുവത്വവും കൗമാരവും സ്നേഹബന്ധങ്ങളും ഒക്കെ പോകുന്ന വല്ലാത്ത ഒരവസ്ഥയിൽ നമുക്കൊക്കെ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. സംഭവങ്ങൾ നടന്നു കഴിഞ്ഞ് ചാനൽ ചർച്ചയിലെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് അപ്പുറത്തേക്ക് കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനം, നമ്മുടെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒക്കെ നമ്മുടെ അന്തസ്സ് ഉയർത്തുന്നതിനും ആത്മാഭിമാനത്തോടു കൂടി നമ്മുടെ കുട്ടികൾ വളരെ ആരോഗ്യകരമായ ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും നല്ല പൗരന്മാരെ സൃഷ്ടിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. പരസ്പരം പഴിചാരുന്നതിനും അപ്പുറത്ത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കായിരിക്കണം ഗവൺമെന്റ് വളരെ സമയബന്ധിതമായി മുന്നോട്ട് പോകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം.
ഡോക്ടർ കെ എസ് ഡേവിഡ്, ഇവിടെ ഇപ്പോൾ ഇത്തരം കേസുകൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മാധ്യമങ്ങളിലടക്കം. പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ വേണ്ട രീതിയിൽ ഉണ്ടാകുന്നുമില്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അടക്കമുള്ള ഏജൻസികളുടെ പ്രവർത്തനത്തിൽ വലിയ പോരായ്മകൾ ഉണ്ടെന്ന് വിമർശനം ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മളുടെ മുന്നിൽ വാളയാർ കേസും കൊട്ടിയൂർ കേസും ഇങ്ങനെ നിൽക്കുകയുമാണ്, അല്ലെങ്കിൽ കുണ്ടറ കേസും ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഏജൻസികൾ പ്രവർത്തിക്കാത്തതിന് നമുക്ക് കുറ്റം പറയാൻ മറ്റാരെയും കുറ്റം പറയാൻ കഴിയില്ല. അവരെ അപ്പോയിൻറ്റ് ചെയ്ത അതോറിറ്റിയെ മാത്രമേ കുറ്റം പറയാൻ കഴിയുള്ളൂ. ഏറ്റവും ഒടുവിൽ കുണ്ടറ കേസിൽ നേരത്തെ വാളയാറിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് ആ ഇളയ കുട്ടി മരിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് എല്ലാ അർത്ഥത്തിലും അറിയാവുന്നത് ആ മൂത്ത കുട്ടിക്കായിരുന്നു. ആ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കാണാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. പിറ്റേ ദിവസം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, പരാതിയൊന്നും എനിക്കില്ല എന്ന് അവർ ഒരു രേഖാമൂലം എഴുതി കൊടുത്തു. അതോടുകൂടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അതിൽ ഇടപെട്ടില്ല എന്ന് അതിൻ്റെ ചെയർമാൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. 13 വയസ്സുള്ള ഒരു കുട്ടി എനിക്കിതിൽ പരാതിയൊന്നുമില്ല, ഇതിൽ അന്വേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് എഴുതി കൊടുക്കുമ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവരുടെ ഉത്തരവാദിത്വം എല്ലാം മറന്ന് ഓഫീസിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് അത്രത്തോളം നാണക്കേട് എന്താണ് ഉണ്ടാകുന്നത്? അവരന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ, പോലീസിനോട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ കേസിലെ പ്രതികൾ ഇപ്പോൾ പിടിയിലാകുമായിരുന്നു, അവർ ജയിലിലാകുമായിരുന്നു. അതൊന്നും ഉണ്ടായില്ലല്ലോ അവിടെ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ കാര്യത്തിൽ അവർ വളരെ തെറ്റായ രീതിയിൽ പോയി എന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നു. ഒരു കുട്ടി കള്ളാസ് എഴുതി കൊടുക്കുന്ന കംപ്ലയിൻറ്റ് മാത്രമല്ല ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷിക്കേണ്ടത്. അവിടെ അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം അവർക്കുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ സമൻസ് അയച്ച് കൊച്ചിനെ വളർത്തി ചോദ്യം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ഇതൊക്കെ അവർ ഉപയോഗിച്ചില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേടിയായിരിക്കും. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, മുൻകാലങ്ങളിലൊക്കെ ഇതൊക്കെ വെറും സ്റ്റാറ്റ്യൂട്ടറി ബോഡികളായി മാത്രം അവശേഷിക്കുകയാണ്. സാമൂഹ്യ ദൗത്യം മറക്കുന്ന വെറും സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ മാത്രമായി ഇവർ അവശേഷിക്കുന്നു. ഇത് ഇവർ മാത്രമല്ല, പണ്ടൊക്കെ പോലീസിൽ ഒരു സ്ത്രീപീഡന കേസ് വന്നാൽ ചാകരയാണ് അവർക്ക്. പറയുന്നവരും വഴിയുന്നവരും പോകുന്നവരും ഒക്കെ അവരാ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തി കാശുണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു, നമുക്കൊക്കെ അറിയാം. പക്ഷേ അതൊരു ദിവസം കൊണ്ടൊന്നും ആ കൾച്ചർ മാറാൻ പോകുന്നില്ല. ആ ഒരു പുതിയ പോലീസ് സംസ്കാരത്തിലോട്ട് വരണമെങ്കിൽ വളരെ ശക്തമായ ഇടപെടലുകൾ എല്ലാ ഭാഗത്തു നിന്നും വരണം. അവരുടെ ട്രെയിനിങ് മുതൽ ആരംഭിക്കണം. ഭരണത്തിലെ ഈ ശിക്ഷാ നടപടികൾ മാത്രം അതിന് പരിഹാരമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കുറ്റം ചെയ്ത പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു, പിരിച്ചുവിട്ടു, ഇതല്ല. അവരെ പരിശീലന കാലത്ത് തന്നെ ഒരു പുതിയ പോലീസ് സംസ്കാരത്തിൻ്റെ ഉടമകളായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയുമ്പോഴാണ് വീട്ടുകാർക്ക് പോലീസിൽ വിശ്വാസം വരുന്നു, കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നു. ഇത് പോലീസിനെ പേടിച്ചിട്ട് ചിലപ്പോൾ ചെയ്ത് കാണില്ല. ഇത് പോലീസും കേസൊക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടതെന്ന് ചിന്തിച്ച് കാണും അവർ. മുഹമ്മദ് ഷാ, താങ്കൾക്ക് ഒരു സജഷൻ ഉണ്ട്. കാരണം ഈ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ആക്രമണത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ചിട്ട് ഒരു പുതിയ വിങ്, അതായത് ഒരു വനിതാ ഉദ്യോഗസ്ഥ ADGP അല്ലെങ്കിൽ DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയുടെ കീഴിൽ ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഗവൺമെൻറ് ഫ്രെയിം ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം, DGP സന്ധ്യ ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ ഇവിടുത്തെ കേസിൽ, ജിഷയുടെ കേസിൽ വന്നു. ഇത്തരം കാര്യങ്ങൾ ആ സിസ്റ്റം അവിടെ നിലനിർത്തണം. ആ സിസ്റ്റം അത് സൂപ്പർവൈസ് ചെയ്യണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ. മുഹമ്മദ് ഷാ, ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടാകുന്നത്? മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു, അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഒരു പെർമനന്റ് സിസ്റ്റമായിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ കുണ്ടറയിൽ ഒരു അപാകത ഉണ്ടായി എന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു മെമ്പർ പറയുന്ന മൊമെൻറ്റിൽ ആ സുപ്പീരിയർ ഓഫീസർ അവിടെ ഇൻ്റർഫിയർ ചെയ്ത് അവിടെ ആക്ഷൻ എടുത്തിട്ടുണ്ടാവണം. ഇതിന് ആര് ആക്ഷൻ എടുക്കും, ഇതിനെ മുന്നോട്ട് ടേക്കപ്പ് ചെയ്യണോ, അത് മുഖ്യമന്ത്രിക്ക് പോകണം, ഇതൊന്നും നോക്കട്ടെ. ഇമ്മീഡിയറ്റ് നടപടികൾ കുട്ടികളുടെ കാര്യത്തിലും സ്ത്രീകളുടെ കാര്യത്തിലും അക്രമം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നിയമസഭാ സമ്മേളനം നടക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച. എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്ക് പോലീസിന് വീഴ്ച പറ്റി ഇത് പറയാനേ സമയമുള്ളൂ. അതിനൊപ്പം തന്നെ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നും പറയാനേ സമയമുള്ളൂ. വീഴ്ച പറ്റി എന്ന് പറയുന്ന കേസുകളുടെ എണ്ണം പെരുകി എവിടെ ചെന്ന് അവസാനിക്കും? ഈ വീഴ്ച പറ്റി എന്ന് പറഞ്ഞ മുഴുവൻ കേസുകൾ 90% കേസുകൾ ഒന്നുകിൽ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള അറ്റാക്കായിരുന്നു. അതാ സംഭവിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പെർമനന്റ് സിസ്റ്റം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 63 ദിവസത്തിൻ്റെ 53 ദിവസത്തിൻ്റെ കണക്ക് പറയരുത്, 24 hours നടപടി ഉണ്ടാകണം. ഉദ്യോഗസ്ഥൻ പ്രോപ്പറായി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സിസ്റ്റം വേണം ഇവിടെ. അവസാനമായി ശ്രീമതി ലതിക സുഭാഷ്, ഇതിനൊരു ശാശ്വത പരിഹാരം, ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും അത് തടയേണ്ട ഏജൻസി നിസ്സഹായരായി നിൽക്കുന്നു, അവർ തൊടുന്യായം പറയുന്നു, ഞങ്ങൾക്ക് ഇത് അന്വേഷിക്കേണ്ട കേസാണോ എന്ന് പരിശോധിക്കുന്നു, അല്ലെങ്കിൽ അത് ഏതെങ്കിലും പാവപ്പെട്ടവരുടെ കേസല്ലേ, അത് അങ്ങനെ അങ്ങ് അവസാനിക്കുന്നെങ്കിൽ അവസാനിച്ചോട്ടെ. നമ്മളുടെ പെരുമ്പാവൂരിലൊക്കെ അങ്ങനെ കണ്ടതാണല്ലോ, വാളയാറിലും അത് തന്നെ കണ്ടു, ഇപ്പോൾ കുണ്ടറയിലും അത് തന്നെ കാണുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ഒരു പൊതുപ്രവർത്തകയായ താങ്കൾക്ക് ഒരു പ്രതീക്ഷയുടെ കണികയെങ്കിലും ഉണ്ടോ?
ഇവിടെ കുണ്ടറയില് അവിടെ വളരെ വ്യക്തമായിട്ട് ഇടപെടൽ നടന്നിട്ടുണ്ട്. പ്രതികളെ സംരക്ഷിക്കുവാനുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാളയാറിലും നടന്നിട്ടുണ്ട് ശ്രീമതി ലതിക സുഭാഷ്, വാളയാറിലും നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ ഇടപെടൽ ഒരു കാരണവശാലും വാളയാറിലും നടന്നിട്ടുണ്ട്. വാളയാറിലും അത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ഇടപെടാത്ത ഒരു വിഷയവും നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയാണ്. മാധ്യമങ്ങളെ എപ്പോഴൊക്കെ അത് ഉന്നയിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് പോലീസും ഭരണകൂടവും സജ്ജമാകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുവാനുള്ള ബാധ്യത പോലീസ് സംവിധാനത്തിനുണ്ട്. ജനപ്രതിനിധികൾ ഒരിക്കലും കൂട്ടു നിൽക്കരുത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുണ്ടറയിലെ പെൺകുട്ടി കോൺഗ്രസിന്റെ ഒരു കൗൺസിലർ ശ്രീമതി ബിന്ദു ആണ് അവിടുത്തെ കൗൺസിലർ. അവര് ഈ കുട്ടിയുടെ കാല് നിലത്ത് മുട്ടി നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള ആ സംഭവത്തിന് സാക്ഷിയാണ്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് പോകുവാനായിട്ട് അവർക്ക് സമയം കിട്ടിയില്ല. പിന്നെ തൊട്ടടുത്ത കൗൺസിലർ CPM-ന്റെ ഒരു കൗൺസിലർ ഏറ്റെടുക്കുകയും പിന്നെ ശ്രീമതി ബിന്ദു ചിത്രത്തിലേ ഇല്ലാതെ പോവുകയും ചെയ്തു. അവസാനം കോൺഗ്രസ് സമരം നടത്തിയപ്പോഴേക്കും DYFI-ക്കാർ ബിന്ദുവിനെ ഉൾപ്പെടെ അടിച്ച് ഒതുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി കാര്യങ്ങൾ. അപ്പൊ ഈ പ്രതിയെ സംരക്ഷിക്കുവാനുള്ള രാഷ്ട്രീയ ഇടപെടൽ ഇവിടെ നടന്നു എന്നുള്ളത് സത്യമാണ്. അപ്പൊ പ്രതി ആരാണെങ്കിലും പ്രതിയെ സംരക്ഷിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഭരണകക്ഷി മുൻകൈ എടുക്കുമ്പോൾ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നത് വലിയ കഷ്ടം തന്നെയാണ്. ആരാണെങ്കിലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അങ്ങനെ ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് വന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകള് വേണ്ടത്ര ഏത് പോസ്റ്റിലിരുന്നാലും അവർക്ക് വേണ്ടത്ര യോഗ്യതയില്ലെങ്കിൽ പ്രതിയെ സംരക്ഷിക്കുവാനുള്ള അങ്ങനെയാണ് പ്രതികൾ സംരക്ഷിക്കപ്പെടുന്നതിന്റെ എല്ലാ സാധ്യതകളും പോലീസും എല്ലാ ഏജൻസികളും ഒരേപോലെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ചുരുക്കം. വീടുകളിലെ പ്രതികളുടെ എണ്ണം കൂടി വരുന്നു. ആ പ്രതികളെ കണ്ടെത്തുന്നതിന് പോലീസ് പറയുന്ന ന്യായങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ദഹിക്കുന്നതല്ല, പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. വീടുകളിലെ പ്രതികളെ പുറത്താക്കാൻ എല്ലാവർക്കുമുള്ള ബാധ്യത ഒരിക്കൽ കൂടി കുണ്ടറയും വാളയാറും കുളത്തൂപ്പുഴയും നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി ലതിക സുഭാഷ്, ഡോക്ടർ KS ഡേവിഡ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ശ്രീ സുഭാഷ് ബാബു, എല്ലാവർക്കും നന്ദി.